പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. മത്സരത്തോടൊപ്പം നമുക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കുന്ന ദാവീദിന്റെ കിന്നരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കാം. ആദ്യം പതിവ് പോലെ നമ്മുടെ പ്രിയപ്പെട്ട വിധികർത്താക്കളെ നമുക്ക് ഇന്നത്തെ ഷോയിലേക്ക്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ജെറിമാഷെ, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ഉർലിയാനിക്കലച്ച, സ്വാഗതം ദാവീദിന്റെ കിന്നരങ്ങളിലേക്ക്. സ്വാഗതം മിഥില ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു ഗായകർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന നമ്മുടെ ഈ ഒരു ഓർക്കസ്ട്രയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്ന ഗാനം ആലപിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് കൊല്ലം കൊട്ടിയത്ത് നിന്നുമുള്ള ഗായക സംഘമാണ്. നിത്യസഹായ മാതാ ചർച്ച് ക്വയർ ആണ് ഇന്ന് ഈ വേദിയിൽ ആദ്യമായി എത്താൻ പോകുന്നത്. സോണി ചേട്ടാ, കൊട്ടിയത്ത് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പോയ റൗണ്ട്സിലെല്ലാം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളിപ്പം ശരി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് എത്തും, അതുകൊണ്ട് നമുക്ക് പോയ മിസ്റ്റേക്സ് ഒന്നും ഇനി വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു? അതോ ഈ ഒരു ഫോൺ കോള് കൺഫർമേഷൻ ഒന്ന് ശരി നമുക്ക് ഒരു കോൾ വരട്ടെ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനമായിരുന്നോ നിങ്ങളുടെ? വിളിച്ചതിന് ശേഷമാണ് പ്രാക്ടീസ് തുടങ്ങിയത് അല്ലേ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ എത്ര സമയം കിട്ടി കാണും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇന്നിപ്പോ പെർഫോം ചെയ്യാൻ പോകുന്ന ഗാനത്തിലേക്ക്? ഒരു 10 ദിവസത്തോളം. 10 ദിവസം കിട്ടി. അപ്പൊ 10 ദിവസം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫുൾ ടൈം നിന്ന് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത ഗാനം ഏതായിരുന്നു? സൂര്യകാന്തി പുഷ്പം എന്നുള്ള. അത് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഗാനമാണത്? ഓക്കെ, നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കാണാട്ടോ. താങ്ക് യു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. Wow.
സൂര്യനിൽ ഞാൻ നിന്റെ രൂപം കണ്ടിടുന്നു. സാധുവായ മത്തിരിൽ ഞാൻ നിന്റെ രൂപം കണ്ടിടുന്നു. സേവനം ഞാൻ അവനു ചെയ്താൽ പ്രീതനാകും നീ. സേവനം ഞാൻ അവനു ചെയ്താൽ പ്രീതനാകും നീ. പ്രീതനാകും നീ. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. നോക്കി വാഴുന്നു. കരുണയോടെ അവനെ നോക്കും നയനമെത്ര ശോഭനം. കരുണയോടെ അവനെ നോക്കും നയനമെത്ര ശോഭനം. അവനു താങ്ങും തണലുമായ കൈകളെത്ര പാവനം. അവനു താങ്ങും തണലുമായ കൈകളെത്ര പാവനം. ഇത്ര പാവനം. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. നോക്കി വാഴുന്നു. ലളിതമായ ജീവിതം ഞാൻ നിന്നിലല്ലോ കാണുന്നു. ലളിതമായ ജീവിതം ഞാൻ നിന്നിലല്ലോ കാണുന്നു. മഹിതമായ സ്നേഹവും ഞാൻ കണ്ടിടും നിന്നിൽ. മഹിതമായ സ്നേഹവും ഞാൻ കണ്ടിടും നിന്നിൽ. കണ്ടിടും നിന്നിൽ. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്റെ നാഥനെ താൻ നോക്കി വാഴുന്നു. നോക്കി വാഴുന്നു. സോണി ചേട്ടാ വളരെ
ഒരു നല്ലൊരു ലൈറ്റ് മ്യൂസിക് കേൾക്കുന്ന പോലെ ആ ഒരു ഫീലാണ് കിട്ടിയത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട്, നല്ലൊരു മെലഡി ആയിട്ടുള്ള ഒരു പാട്ട്. പാടിയത് നന്നായി പാടിയെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്, നന്നായി പാടിയാന്ന് തോന്നുന്നുണ്ട്. നല്ല കോൺഫിഡന്റ് ആണ് അല്ലേ? ചോദിക്കട്ടെ, ഉരുളിയാനിക്കലച്ച, ഇവര് നന്നായിട്ട് പാടിയോ? പാടിയെന്നാണ് വിശ്വാസം. നല്ല പാട്ടാണ് അല്ലേ? നല്ല പാട്ട്, നല്ല ഇമ്പമുള്ള വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ്. ദാസേട്ടൻ ചിത്രയും പാടിയ ഒരു മനോഹരമായ ഒരു ഡുവറ്റാണത്. അവരുടെ ഗാംഭീര്യവും ഭംഗിയും എല്ലാം ചേർത്ത് അവർ പാടിയൊരു പാട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരിക്കലും നമുക്കിത് ഒരു ഗ്രൂപ്പിൽ പാടി ഫലിപ്പിക്കാൻ പറ്റില്ല. അത്ര ഭംഗിയായിട്ട് അവർ രണ്ടുപേരും പാടിയിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങളുടെ പാട്ടിലുണ്ടായിരുന്നത്. ആദ്യം മുതൽ അന്ത്യം മുതൽ ഒരു ഫൈൻ ട്യൂണിങ്, ഫീൽ ഓഫ് ദ സോങ്, ശ്രുതി ലയം എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നീ സെലക്ട് ചെയ്യുമ്പോഴേ ഇങ്ങനെയുള്ള പാട്ട് എടുക്കരുതെന്ന് വെച്ചാൽ നമുക്ക് പാടാൻ പറ്റില്ല ഒരു ഗ്രൂപ്പിന് നമുക്ക്. കാരണം അത്ര രണ്ടുപേര് ഡുവറ്റ് പാടിയിട്ടിരിക്കുന്ന പാടല്ലേ, അല്ലെങ്കിൽ അത്രമാത്രം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ അത്ര എക്സ്പേർട്സ് ആയിരിക്കണം സിംഗിങ്ങിൽ. നല്ല ട്രെയിനിങ് വേണം. അതിൻ്റെ കുറവുകളായിരുന്നു കേട്ടോ. മറ്റൊന്നും എനിക്ക് പറയാനില്ല. അതുപോലെ സ്റ്റാർട്ടിങ് കുറച്ചുകൂടി മെച്ചമായിട്ട് നിങ്ങൾ 3 പേരും പാടും. പക്ഷേ ഫീമെയിൽ പാടുമ്പോൾ പല സ്ഥലങ്ങളിലും ഇതിലേക്ക് അങ്ങ് പാടി അങ്ങ് വിട്ടു എന്നല്ലാണ്ട് ഒരു നിയന്ത്രണം എന്ന് പറയില്ല പാട്ടിൽ. ഒരു പാട്ട് നമുക്ക് സ്നേഹിച്ചും പാടാം, സ്നേഹിക്കാതെയും പാടാം. സ്നേഹിച്ചു പാടുമ്പോൾ നമ്മുടെ സ്വന്തമായ പാട്ട്, നമ്മളെല്ലാ വശങ്ങളും നോക്കും. ഇത് സ്നേഹിക്കാതെ പാടിയതുപോലെ തോന്നി. അപ്പോൾ ഈ സെലക്ഷൻ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പാടാവുന്ന, നമുക്ക് അധികം ഇങ്ങനെ ബുദ്ധിമുട്ടാതെ ഭംഗിയായിട്ട് പാടാൻ കഴിയുന്ന പാട്ട് എടുക്കുക കേട്ടോ. താങ്ക് യു ഫാദർ. മിഥില, ഹായ്. നിങ്ങളുടെ പാട്ട് വളരെ നല്ലൊരു പാട്ട്. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പമുള്ളൊരു പാട്ട്. അതിൽ ആ ലിറിസിസ്റ്റ് പറയുന്ന പോലെ സൂര്യകാന്തി അതൊക്കെ വരുമ്പോഴത്തേക്ക്, ആ വിഷ്വൽസൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളൊരു സൂര്യകാന്തി പൂക്കൾ നിറഞ്ഞൊരു പൂന്തോട്ടത്തിലൂടെയൊക്കെ പോയിട്ട് വന്ന പോലൊരു ഫീലൊക്കെ ആയിരുന്നു. പക്ഷെ പാട്ടിൻ്റെ ഇതിലേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ കുറച്ചധികം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ആ പാട്ടിലേക്ക് അങ്ങ് ഇഴുകിച്ചേർന്ന് പാടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്ര സിങ്കായില്ല. നിങ്ങൾ പരസ്പരമുള്ള ആ ഒരു അതും കാണാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും നമ്മൾ പലരുടെ ശബ്ദം വേറിട്ട് കേൾക്കായിരുന്നു. പ്രത്യേകിച്ച് ഫീമെയിലിൻ്റെ പല സ്ഥലത്തും പ്രത്യേകിച്ച് ഹൈ പിച്ചൊക്കെ അങ്ങോട്ട് എത്തിയില്ല. പിച്ചേ ചില പോർഷനിൽ നിങ്ങൾ ചിലർ കണക്ട് ചെയ്ത് പാടുന്നു, ചില വാക്കുകൾ കണക്ട് ചെയ്ത് പാടുന്നു, ചിലർ കട്ട് ചെയ്ത് പാടുന്നു. അത് ക്ലിയറായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കണം. അതുപോലെ ഒത്തിരി ശ്രുതി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പ്രാക്ടീസ് കുറഞ്ഞതിൻ്റെ ആണോ അറിഞ്ഞുകൂടാ. എനിവേ അച്ഛൻ കുറേ കാര്യങ്ങൾ പറഞ്ഞതുപോലെ ഉച്ചാരണങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഉച്ചാരണം ലളിതമായില്ലേ, തായാണേ. ആരൊരാൾ ധാന്ന് പാടി, ലളിതയല്ല, ലളിതമായ. അതുപോലെ പ്രീതനല്ല, ദായല്ല, ദായില്ലേ ദീപം, അതല്ല, താതൻ പ്രീതനാകും. കുറച്ചും കൂടെ ഫീൽ ഉൾക്കൊണ്ടൊക്കെ പാടിയ നല്ല ഭംഗി, നല്ല പാട്ടല്ലേ. വെറുതെ നമ്മൾ എന്തോ പാടാൻ വേണ്ടി പാടുന്ന പോലെ അങ്ങനെ തോന്നരുത്. നമുക്ക് കുറച്ചും കൂടെ പാട്ടിലേക്കൊന്ന് ഇഴുകിച്ചേർന്ന് പാടിയാൽ നല്ല സുഖമുള്ള പാട്ടാണ് കേൾക്കാൻ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്യുവറ്റാണല്ലേ, ഇത്രയും പോപ്പുലറായിട്ട് ഒരു ഡ്യുവറ്റാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളും കാണും ഗ്രൂപ്പായിട്ട് പാടുമ്പോഴേ. അപ്പോൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചുകൂടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജെർമാഷെ, നിത്യസഹായ മാത, നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എല്ലാ ആഴ്ചയും ഇടയ്ക്ക് കൂടുന്നുണ്ട്. ആണോ? നിങ്ങളുടെ ലീഡർ ആരാണ്? നിങ്ങൾ തന്നെയാണോ? വേറെ ആരുമില്ല, നിങ്ങളൊക്കെ തന്നെ. I find there is a lack of authority among you. It's very important. പാട്ട് പഠിപ്പിക്കുമ്പോഴും പാടുമ്പോഴും ഒക്കെ ആരെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞ് തരികയാണെങ്കിൽ. അപ്പം നിങ്ങളിപ്പോൾ ഈ പാട്ട് എവിടെ നിന്ന് പഠിച്ചു? അല്ല, ഇത് നമ്മൾ പാട്ട് കൊച്ചിലോട്ട് കേൾക്കുന്ന വെച്ചാൽ എങ്ങനെ കൊച്ചിലോട്ട് നിങ്ങൾ ഈ പാട്ട് കേട്ട് എവിടെ കേട്ടു? കാസറ്റിലൊക്കെ കേട്ട്. മനസ്സിലാകുന്നില്ല. കാസറ്റ് കേട്ട് പഠിച്ചതാണ്. കാസറ്റിലോ? ആ, കാസറ്റ്. ഇപ്പോൾ കാസറ്റ് ഇല്ലല്ലോ. ഇപ്പോഴല്ല, പിന്നെ അല്ല, കാസറ്റ് ഉള്ളപ്പോഴേ നമ്മൾ കേൾക്കും പാട്ട്.
ഇപ്പം എത്ര കൊല്ലം മുമ്പ് കേട്ട ഓർമ്മയിൽ പറയുന്നു? 10-15 വർഷം മുമ്പേ കേൾക്കുന്നുണ്ട്. അതിനുശേഷം കേട്ടിട്ടില്ല. 10-30 കൊല്ലം കേട്ടത് ഓർമ്മ വെച്ചിട്ടാണോ പാടുന്നത്? ഞാനൊക്കെ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്ന സാധനമാണ് ഈ പാട്ടെന്ന് പറയുന്നത്. ഗുരുവിൻ്റെ മുഖം, അതായത് ഒരു മനുഷ്യനിൽ നിന്നാണ് ഈ പാട്ട് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഈ ടി വിയിൽ കേൾക്കുന്നു, എന്തെങ്കിലും വാട്സാപ്പിൽ കേൾക്കുന്നു, അവിടെ കേൾക്കുന്നു, ഇവിടെ കേൾക്കുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് നമ്മൾ പാട്ട് പഠിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ ശാപം, ഈ കാലഘട്ടത്തിൻ്റെ ശാപമാണ്. നമ്മുടെ സംഗീതം ഒരിക്കലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കേട്ട് പഠിക്കാവുന്നതല്ല. ഒരു മനുഷ്യനിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട പാട്ട്. അതിൻ്റെ ഒരു അഭാവം നിങ്ങളിൽ ഞാൻ കാണുന്നു. അതാണ് ഇവർ രണ്ടുപേരും മുക്കിയും മൂളിയും പറയുന്നത്. ശരിയായല്ലോ പറയില്ല. ഇത് ചുരുക്കി പറയുന്നത്, നിങ്ങൾ ശ്രുതി ചേരുന്നില്ല, ഒരു വ്യക്തതയില്ല, പ്രൊനൗൺസിയേഷനിൽ വ്യക്തതയില്ല, ഒരു ധൈര്യത്തോടു കൂടിയുള്ള പാട്ടല്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. അത് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും, നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് പറയുകയാണ്. So don't think now you are singing a wonderful group of singers. You have to travel a lot. You have to improve a lot. നന്നായിട്ട് ശ്രുതി ചേർത്ത് പാടുക, അതിനുള്ള എക്സസൈസ് ചെയ്യണം. അല്ലാതെ ആഴ്ചയിൽ ഒരിക്കലും ഒന്നും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആകില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ ആം ബീങ് വെരി ഹാർഷ് മനഃപൂർവ്വം. ബിക്കോസ് ഒരു എന്താ പറയുക, ഒരു സൂക്കേടിന് സീരിയസ് ആയിട്ടുള്ള സൂക്കേടിന് സീരിയസ് ആയിട്ടുള്ള മരുന്ന് തരണമെന്ന് പറയുന്ന പോലെ ഞാൻ പറയാം. സോ യു ഹാവ് ടു ലേൺ ടു സിങ് ബെറ്റർ, ഹാവ് സം അതോറിറ്റി ഫ്രം സംവെയർ. നന്നായിട്ട് പാട്ട് പഠിപ്പിക്കുന്ന ഒരാളെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക നിങ്ങളുടെ ട്രെയിനിങ്ങിൽ. ദാറ്റ്സ് വൺ തിങ്. ദാറ്റ്സ് ഫോർ യു ടു ഇംപ്രൂവ്. താങ്ക് യു. താങ്ക് യു മാഷേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് കൂടെ നോക്കാം. ഇനി മിഥില, 7 മാർക്സ് ആണ് നിങ്ങൾക്ക് മിഥില തന്നിരിക്കുന്നത്. 7 on 10. മാഷും 7 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അച്ഛ 7.5 മാർക്സ് ആണ് അച്ഛൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 21.5 മാർക്സ് ആണ് 30-ൽ. അപ്പം കുറച്ചും കൂടെയൊക്കെ വാങ്ങാൻ പറ്റുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. ഇതിനു മുന്നേ നിങ്ങൾ ഇതിനേക്കാട്ടിലും നല്ല മാർക്കുകളൊക്കെ വാങ്ങിയിട്ടുമുണ്ട്. അപ്പം നന്നായിട്ട് പോയിട്ട്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ 4ാമത്തെ റൗണ്ട്. ഇനിയും നിങ്ങൾക്ക് 2 പാട്ടും കൂടി ഈ റൗണ്ടിൽ പാടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും വരണം കേട്ടോ. ശരി, കാണാം. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. സെയിന്റ് ജോസഫ് ഫൊറൈൻ ചർച്ച്, പുന്നപ്ര, ആലപ്പുഴ. ഇവിടെ നിന്നും എത്തിയിരിക്കുന്ന ഗായക സംഘമാണ് ദാവീദിന്റെ കിന്നരങ്ങളിൽ ഇന്നത്തെ എപ്പിസോഡിലെ 2ാമത്തെ പെർഫോമൻസിനായിട്ട് വേദിയിലേക്ക് എത്തുന്നത്. ശരിക്കും എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ആണോ? എല്ലാവരുടെയും മുഖത്ത് ആ ഒരു പുഞ്ചിരിയും ഒരു കോൺഫിഡൻസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് പോന്നപ്പോ എന്ത് പറഞ്ഞു വിട്ടു വികാരിയച്ഛനൊക്കെ? ഇടവകയിലുള്ളവരൊക്കെ എന്ത് പറഞ്ഞാ വിട്ടെ? നന്നായിട്ട് ചെയ്തു വരാനുള്ള. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോ? 4ാമത്തെ റൗണ്ടിലാണ് നിൽക്കുന്നതെന്ന് അറിയാലോ. എത്രയോ പേര് ഇവിടെ വന്ന് മത്സരിച്ചു. അതിൽ നിന്നും നമ്മൾ കുറച്ച് പേരെയാണ് ഈ ക്വാർട്ടർ ഫൈനലിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു ടീമാണ് നിങ്ങൾ. അപ്പൊ അതിലൊരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് കൂട്ടിയോ? തീർച്ചയായിട്ടും കൂട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങൾ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും? വാക്കുകളുടെ ഉച്ചാരണം, ശ്രുതി ചേർത്ത് പാടുക, താളത്തിൽ പാടുക, ഇതൊക്കെ ഓക്കെ. ഇതിനെല്ലാം പയസ്ചേട്ടനെ സഹായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവരും സഹായികളാണ്. നിങ്ങൾ എല്ലാവരും കൂടെയാണ്. പുറത്തുനിന്ന് വേറൊരാൾ നിങ്ങളെ വന്ന് സഹായിക്കാനൊന്നുമില്ല. ഓക്കെ. വികാരേശൻ പാടുവോ നിങ്ങളുടെ അവിടെ? പാടും. ഓക്കെ. അപ്പൊ കൊച്ചിച്ചനും കൂടെ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾ വളരെ തയ്യാറെടുപ്പുകളോട് കൂടി ഇന്ന് വന്ന് നിൽക്കുകയാണ് ഇവിടെ പാടാനായിട്ട്. ഏതാണ് ആ ഗാനം പാടാൻ പോകുന്നത്? തൂമഞ്ഞ് പോലെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് ഏതിൽ വരുന്ന പാട്ടാ ചേട്ടാ? അത് കുർബാന സ്വീകരണത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ പള്ളിയിൽ പാടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നന്നായിട്ട് തറവായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. അതൊന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തു എന്ന് മാത്രം. ശരി, അപ്പൊ നമുക്ക് ഈ ഒരു ഗാനം ഇനി ആസ്വദിക്കാം. നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ.
അണഞ്ഞിടുന്നു. എത്ര ധന്യം എന്റെ ജന്മം, എത്ര ധന്യം എന്റെ ജന്മം. സ്നേഹത്തിൻ മാധുര്യം നുകർന്നു ഞാൻ നിന്നോടലിയുന്ന ഈ നിമിഷം. നാഥാ നീ എന്റേതായി മാറിടുന്നു, ഞാൻ നിന്റെ പൈതലായി തീർന്നിടുന്നു. തൂമഞ്ഞു പോലെ വെണ്മയേറും ഈ തിരുവോസ്തിയിൽ എന്റെ നാഥൻ എൻ ഹൃത്തിൽ വാഴാൻ അണഞ്ഞിടുന്നു. എത്ര ധന്യം എന്റെ ജന്മം, എത്ര ധന്യം എന്റെ ജന്മം. മടിയിലെ കുഞ്ഞിനെ പോലെ നിന്നുടെ മാറിൽ ഞാൻ ചേർന്നിടുമ്പോ. അറിയാതെ ഞാൻ നിന്നെ ജയിച്ചിടുന്നു. തൂമഞ്ഞു പോലെ വെണ്മയേറും ഈ തിരുവോസ്തിയിൽ എന്റെ നാഥൻ എൻ ഹൃത്തിൽ വാഴാൻ അണഞ്ഞിടുന്നു. എത്ര ധന്യം എന്റെ ജന്മം, എത്ര ധന്യം എന്റെ ജന്മം. തൂമഞ്ഞു പോലെ വെണ്മയേറും ഈ തിരുവോസ്തിയിൽ എന്റെ നാഥൻ എൻ ഹൃത്തിൽ വാഴാൻ അണഞ്ഞിടുന്നു. എത്ര ധന്യം എന്റെ ജന്മം, എത്ര ധന്യം എന്റെ ജന്മം. പൈസ് ചേട്ടാ, പാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പലരുടെയും മുഖത്ത് ഞാനൊരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നുണ്ട്. പാടിയത് ശരിയായോ, നന്നായോ, അത് അങ്ങനെ ഒരു ഇത് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഉണ്ടോ അങ്ങനെ? അത് എനിക്ക് തോന്നിയതാണോ? ആയിരിക്കും അല്ലേ? നമ്മുടെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പാടിയല്ലേ അല്ലേ? ശരി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. മിഥില, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗാനം? ഫസ്റ്റ് ചേട്ടൻ ടീം
പയസ് ചേട്ടൻ തന്നെയാണ് എൻ്റെ മ്യൂസിക്. അതെ. നല്ല നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ. നല്ല കോമ്പോസിഷൻ. ഇതിന്റെ രചന ആഹാ, അത് ശരി. ആണോ? ഇതൊക്കെ ആദ്യം തന്നെ പറയണ്ടേ? കൈ പൊക്കണം, മനസ്സിലായില്ല. ചേച്ചിയുടെ പേര് ജിജി. അത് പേര് കണ്ടപ്പോഴേ മാഷ എന്നോട് ചോദിക്കാൻ ഇത് മെയിൽ നെയിമാണോ ഫീമെയിൽ നെയിമാണോ? ഞാൻ പറഞ്ഞു രണ്ടും ആകാന്ന്. അതെ. അപ്പം നല്ല വരികളും നല്ല ഈണവും കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നല്ല ലയിച്ച് പാടി. നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു തോന്നല്ലേ? അല്ലേ? എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. പക്ഷെ പാടിയപ്പോൾ നന്നായിട്ട് പാടി കേട്ടോ. ടേക്കിൽ നന്നായിട്ട് പാടി. പിന്നെ ഇത് ചേട്ടൻ ഇത് ചെയ്തപ്പോൾ ഏത് രാഗത്തിലെങ്കിലും ബേസ് ചെയ്ത് ചെയ്താണോ? മോഹനരാഗമാണ് ഇതിന്റെ മേജർ പോർഷൻസും ബേസിക് അല്ലേ? കുറച്ച് അന്യസ്വരങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. അതായത് പക്ഷെ അത് ഭംഗിയാണ്. ചെറിയ ഗായുണ്ട്, ചെറിയ നീയുണ്ട്. അതായത് പിച്ചെന്നിട്ട് സെക്കൻഡ് ലൈൻ്റെ ഉണ്ടല്ലേ, അല്ലേ? ആ ഒരു ഭംഗിയാണ് അതിന്റെ പാട്ടിന്റെ ഒരു നല്ലൊരു സുഖമുണ്ട് ആ പോർഷൻ അത് കുറച്ചും കൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താന്ന് എനിക്ക് തോന്നിയേ പാടിയപ്പോഴേ. നല്ല മനസ്സിലായി, അത് തന്നെ നോട്ടെന്ന് മനസ്സിലായി. പക്ഷെ ഒന്നും കൂടെ ഒന്ന് അല്ലേ സെപ്പറേഷൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് വരുത്താമായിരുന്നു എന്ന് തോന്നി. അത് പിന്നെ ആ എൻ ഹൃത്തിൽ വാഴാൻ അണഞ്ഞിടുന്നുമില്ലേ, അതൊന്ന് ആ ലൈൻ മാത്രം ഒന്ന് പാടിക്കേ. 1 2 3 2 2 3. അത് പാടുമ്പോഴേ നമ്മൾ ആ ആയൊന്നും അത്രയും ദീർഘം വരാതെ ആണഞ്ഞിടുന്നു വരാതെ അണഞ്ഞിടുന്നു അങ്ങനെ പാടാനൊന്നും മാക്സിമം ഒന്ന് ചുരുക്കി അണഞ്ഞിടുന്നു അന്ന് ഒന്ന് പാടി നോക്കിയേ. ആ ദീർഘം വരാതെ. അതാണ് എൻ്റെ കറക്റ്റ് കേട്ടോ യൂസേജ്. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ധൈര്യക്കുറവ് പോലെ എനിക്ക് തോന്നി. പക്ഷെ നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല അതൊക്കെ അതുകൊണ്ടാണ് ഇതൊക്കെ ശരിക്കും ക്ലിയർ ആകാതെ പോയത് കേട്ടോ. പിന്നെ അതുപോലെ മാറിടുന്നു, പിന്നെ കരൾ ലാളനമേറ്റിടുമ്പോൾ അതിൽ ആ സെക്കൻഡ് മെയിലൊരു സാധനം പാടുന്നില്ലേ? അതായത് ഫസ്റ്റ് ഫീമെയിൽ റിപ്പീറ്റിലൊരു സംഗതി പാടും. അതിലൊരു ചെറിയ ക്ലാഷ് വന്നായിരുന്നു. പക്ഷെ അനുപല്ലവിയിൽ കറക്റ്റായിട്ട് പാടി. ആ മാറിടുന്നു കറക്റ്റായിരുന്നു. ചരണം പാടിയപ്പോൾ ചെറിയൊരു ക്ലാഷ് പോലെ തോന്നി. സംഗതി പാടിയപ്പോഴേ ഗ്രൂപ്പായിട്ട് പാടുമ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമേ തോന്നിയുള്ളൂ. ബാക്കിയൊന്നും പറയാനില്ല. നന്നായിട്ട് പാടി, നന്നായിട്ട് പ്രാക്ടീസും ചെയ്തിട്ടുണ്ടെന്ന് തോന്നല്ലേ? നല്ല സുഖം ഉണ്ടായിരുന്നിരുന്നു ഞാൻ. ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു. അച്ഛാ, നിങ്ങളുടെ പഴയ ടീം തന്നെയാണോ എല്ലാവരും? പുതിയതുണ്ട്. ആരൊക്കെയാ പുതിയത് വന്നിരിക്കുന്നത്? പിന്നെ ഗുഡ് ഗുഡ്. എപ്പോഴും അങ്ങനെ അത്യാവശ്യം ഒരു മാറിപ്പോകുന്നുണ്ടല്ലേ? സ്വാഭാവികമാണ്. നല്ല പാട്ടാണ് കേട്ടോ വയസ്സ്. രാഗ ബേസ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു, നന്നായിട്ടുണ്ട്. പിന്നെ ജിജിയുടെ രചനയും കൊള്ളാം. ആരെങ്കിലും കാണിച്ചായിരുന്നോ എഴുതിയിട്ട്? പനച്ചിക്കരച്ചനെ കാണിച്ചിരുന്നു. ആരെയാ? മൈക്കിൾ പനച്ചിക്കരച്ചനെ. അച്ഛനെ കാണിച്ചാ. ചിലപ്പോൾ ചില വാക്കുകളൊക്കെ മാറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശ്വാസ നിയന്ത്രണം കിട്ടിയേനെ. പിന്നെ ഈ നാഥ നിന്റെ പൈതലായി തീർന്നിടുന്നു, അത് കുഴപ്പമില്ല. അറിയാതെ ഒരു വാക്ക് വന്നപ്പോൾ അറിയാതെ നിന്നിൽ ഞാൻ ലയിച്ചിടുന്നു എന്ന് വരുമ്പോഴത്തേനും ബ്രീത്തിങ് ഇപ്പോൾ ഉണ്ട്. രണ്ടു വീട്ടിൻ്റെയും പോയായിരുന്നു. ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില മാറ്റിയാൽ മതിയായിരുന്നു. പിന്നെ ഒന്ന് ഫൈൻ ചെയ്യായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ പാടുമ്പോൾ പ്രശ്നമാണ് ആയും ഹായും തമ്മിലൊരു ഒരു വ്യത്യാസം വരുന്നില്ല. ആയാണോ പാടുന്നത്, ഹായാണോ പാടുന്നത്? നമുക്ക് തോന്നും ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് ചിലർ പറയുന്നൊരു എക്സസൈസ് ഒന്നുകിൽ ഈ സരിഗമ പൈനസ് ആ പാടുക കുറേ സമയം, പിന്നെ ഹാ 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 സായിട്ടൊന്ന് ആയെന്ന് പഠിക്കുക. ഫീൽ എന്താ അവിടെ, എന്താ നമുക്ക് ഒരു ഒന്നുമില്ല അല്ലേ? നമുക്ക് ഭയങ്കര കംഫർട്ട് തോന്നുന്നേ. വ്യത്യാസം വന്നു. അപ്പോൾ ആകാരത്തിൽ പഠിക്കുന്ന ആകാരത്തിൽ ഒന്ന് ഹാ പാടിക്ക്.
അത്ര ഈസി അല്ല. രണ്ടും രണ്ട് ലോക, രണ്ട് പ്രപഞ്ചമായി പോയി. ഒന്ന് നിങ്ങൾ പക്ഷേ ആ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഈ ഇങ്ങനെയുള്ള ആയും ഹാ വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ വരുന്നത് നിങ്ങളൊരു മെയിൽ സ്ഥലത്ത് പാടിയില്ലേ, നാദാ നീ എൻ്റേതായി മാറിടുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ചെറിയ തിങ്സ് കിട്ടും. മറ്റൊന്നും എനിക്ക് മറ്റതെല്ലാം വരികളുടെ കാര്യങ്ങൾ. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഈ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ എന്നൊക്കെ പറയില്ല നമ്മൾ, കുറച്ചുകൂടെ ചെയ്യാതെ രാഗമായതുകൊണ്ടേ അത് ശ്രദ്ധിച്ച് നമ്മൾ പാടാനുണ്ട്. ഈ രാഗത്തിൻ്റെ അക്ഷരങ്ങളൊന്ന് പാടാം. ഒന്ന് പഠിക്കുന്നത് സാരിഗ പദ സാ സാധ പഗരി സാ. പാടി നോക്കിയായിരുന്നു അതിൻ്റെ മുമ്പ്? നിങ്ങളെല്ലാവരും കൂടെ പ്രാക്ടീസ് ഒരുമിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുമിച്ചൊന്ന് പാടിക്കേ. ഒരു സാരിഗ പദ സാ സാധ പഗരി സാ. ഒരു ധൈര്യം തോന്നിയില്ല. ധൈര്യമില്ല. എന്തോ ഉഴുന്ന് കേട്ടു. നിങ്ങൾ പാടുന്ന മോഹനരാഗാണെന്നൊക്കെ ആളുകളെന്ന് അറിയട്ടെ. ഈ പാട്ട് അതിലൊന്നും ഒരു ഇതൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, ഒന്നും പഠിക്കും. 1 2 3 4 സാരിഗ പദ സാ സാധ പഗരി സാ. ഇത് പഠിക്കുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്തായിരുന്നു രാഗം? ചെയ്തു. രാഗം ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്തായിരുന്നു മതി കേട്ടോ. മറ്റേതെല്ലാം കുഴപ്പമില്ല. പൈസ ഇങ്ങനെ ട്യൂൺ ചെയ്ത് ഇവിടെ പാടിയതെല്ലാം പൈസൻ്റെ ട്യൂൺസ് അല്ലായിരുന്നു. നീ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, നല്ല കാര്യം. അത് തെറ്റ് നമുക്ക് ഉണ്ടാവാം, സാരമില്ല. പക്ഷേ ഇവിടെ പാടിയ എല്ലാ പാട്ടുകളും സ്വന്തം ട്യൂൺ ചെയ്ത് വന്നപ്പോഴേ അത് കുറവുണ്ടെങ്കിലും കറക്റ്റ് ചെയ്ത് പോവുക കേട്ടോ. മാഷിനൊക്കെ നല്ല പരിചയമുള്ളതല്ലേ, മാഷിനൊക്കെ ചോദിച്ചാൽ നല്ല കറക്ഷൻ കിട്ടും. പ്രൈസ് ഗോഡ്. താങ്ക് യു അച്ഛാ. മാഷേ, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, അതവിടെ ഇരിക്കട്ടെ. I want to congratulate Pius because he has composed a very beautiful tune. But that doesn't mean that is pakka. അവിടെ ഇവിടെയൊക്കെ ഇനിയും നന്നാക്കാം. നിങ്ങൾ പാടും. Composition is okay. Needs correction. പിന്നെ ലേഡീസ്, നിങ്ങൾക്ക് അവിടെ നിങ്ങളെല്ലാവരും കാസരോഗികളാണോ? ശ്വാസം കിട്ടാത്തവരാണോ? 1 2 3 4 കഴിഞ്ഞ് നീട്ടി പാടാൻ പറ്റുന്നില്ല. ഒക്കെ ഇങ്ങനെ വലിയോട് വലിയാണ്, കൂടുതലും വലിയാണ് ഞാൻ കേട്ട ഈ പാട്ടിൽ. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ പാട്ട് പാടിക്കുമ്പോൾ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ട് താളത്തിലിതൊന്ന് പറയണം, താളത്തിലല്ലേ. അതോടൊപ്പം തന്നെ അതിനുശേഷം യു ഷുഡ് മാർക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ പോകുന്നത്, ശ്വസിക്കുന്ന മാർക്കുകൾ ഇടണം. ദിസ് ഈസ് എ ഗ്രൂപ്പ് സിംഗിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സോളോ പാടുമ്പോഴോ ഡുവറ്റ് പാടുമ്പോഴൊക്കെ യു ക്യാൻ മാനേജ്, നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി പാടുന്നത്. പക്ഷേ ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ ഇവിടേക്ക് വലിച്ചാൽ ശരിയാകില്ല. സോ യു ഹാവ് ടു ലേൺ. അത് പയസിൻ്റെ ജോലിയാണ്. ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഒരു കോമ, വാക്കുകളുടെ മുകളിൽ ഒരു കോമ ഇട്ട് കൊടുക്കണം, താഴെയല്ല. അതിനെയാണ് ബ്രെത്ത് മാർക്ക് എന്ന് ഇൻ്റർനാഷണലി പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ബ്രെത്ത് മാർക്ക് ഇട്ട് കൊടുത്ത് ഇവരെ കൊണ്ട് അതുപോലെ പാടിക്കണം. ബ്രെത്ത് മാർക്ക് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് 4 കഷ്ണമാക്കി പാടിയാൽ ഒരു രക്ഷയില്ല. പക്ഷേ ബ്രെത്ത് മാർക്ക് അനുസരിച്ച് പാടാൻ നിഷ്കർഷിക്കണം. ആക്ച്വലി പാടിച്ചിരുന്നു സാറേ, ഇവിടെ വന്നപ്പോൾ എന്താ പറ്റി? ഇവിടെ വന്നപ്പോൾ ഉള്ള കാര്യമൊക്കെ പാടി നോക്കി, ബ്രീത്ത് കൺട്രോളിങ് കറക്റ്റ് മാർക്ക് ചെയ്താൽ പാടിയിരുന്നു. പോരാ യു ഹാവ് ടു ഡു ഇറ്റ് മോർ. ഒരു വടിയൊക്കെ കയ്യിലിരിക്കുന്നല്ല, ശരിക്കും പാടാത്തവരെ. അച്ഛൻ പറഞ്ഞ പോലെ ഹാ എത്ര ധന്യം. പിന്നെ നിൻ ദിവ്യ സ്നേഹത്തിൻ മാധുര്യം എന്നുള്ളത് മാ ദീർഘമാണ്, ധു ദീർഘമാണ്, ര്യം ദീർഘമാണ്. ഈ ധു ദീർഘമാകുന്ന കാര്യം എന്താണ്? ര്യ ഉള്ളെന്നുമുണ്ട്, അതിന് മുമ്പിലുള്ള ധു ദീർഘമാണ്. അപ്പോൾ യു ക്യാനോട്ട് സേ മാധുര്യം എന്ന് പറയാൻ പറ്റില്ല. മാധുര്യം 3 ഈക്വൽ കൗണ്ട് കൊടുക്കണം. നിങ്ങളിപ്പോൾ പാടിയും മാധുര്യം, ധു ഷോർട്ടാക്കി, പിന്നെ ര്യം എന്ന് പറഞ്ഞ് തീർക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ മാധുര്യം എന്ന് പറയുകയാണെങ്കിൽ സ്മൂത്തായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദ ലിറിക്സ് യു
മാച്ച്, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കറക്ഷൻസ് നമ്മൾ ട്യൂണിൽ നിന്ന് കുറച്ച് മാറ്റി കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമുക്ക് വലിയ പെയിൻഫുള്ളാണ്. അയ്യോ ഞാൻ ഉദ്ദേശിച്ച അതുപോലെ വന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഫോർ ദ സേക്ക് ഓഫ് ലിറിക്സ് യു വിൽ ഹാവ് ടു ഗിവ് ഇൻ ഓർ യു ഷുഡ് ചേഞ്ച് ദ വേർഡ്. മാധുര്യത്തിനാരും വേറെ എന്തെങ്കിലും പറയണം അവിടെ. പിന്നെ അതുപോലെ നാഥാ നീ തന്നിടുന്നു എന്നാണ് നിങ്ങൾ പാടുന്നത്. നാഥാ നീ, അതെന്ത് സാധനമാണ്? നീ നാഥാ നീ തന്നിടുന്നു. അതിലൊന്ന് പാടാമോ? നിൻ ദിവ്യ സ്നേഹത്തിൻ മാധുര്യം എന്ന് പറഞ്ഞാൽ നിന്നോട് അലിയുന്ന ഈ നിമിഷം നാഥാ നീ, അങ്ങനെയാണോ? അപ്പോൾ അവിടെ നാഥാ നീ അങ്ങനെ 3 കഷ്ണമാക്കണം. നാഥാ കഥയും തീർക്കും കൊടുക്കാതെ നാഥാനീന്ന് അങ്ങനെ ഒന്ന് ഓർത്തിരിക്കണേ. ഐ എം ഷോയിങ് ദീസ് പ്രോബ്ലംസ്, യു ക്യാൻ കറക്റ്റ് യുവർ സെൽവ്സ്. എനിക്ക് ലേഡീസിനെ കൊണ്ടത് ആലാപനം ഒന്ന് പാടിച്ചാക്കൊള്ളാന്നൊരാഗ്രഹം. ദേ ആർ സിംഗിങ് വെൽ, പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് 4 കണ്ടിന്യൂസ് വലിയൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനാണ്. കണ്ടോ, തുടക്കം തന്നെ യു ആർ നോട്ട് ഷുവർ. സ്റ്റാർട്ട് വിത്ത് കോൺഫിഡൻസ്. ഡോണ്ട് സേ ഒരാൾ തുടങ്ങുക കയറി വരാൻ പാടില്ല. വാട്ട് ആർ വി ഗോയിങ് ടു സിംഗ് നൗ? അതാണ് തുടങ്ങുന്നത്. മാറ്റിപ്പാടി എന്നെ പറ്റിക്കാനായിട്ടല്ലേ? അപ്പോൾ ലാ 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 അങ്ങനെ നേരത്തെ അങ്ങനെ പാടിയത്. പായസപുരം വിടരുത് കേട്ടോ. ഇങ്ങനെയാണ് പാടിച്ചിരുന്നത്. പക്ഷേ റൈറ്റ്. That's all I have to correct you people. You are potentially very good singers. നിങ്ങൾക്ക് കുറച്ചും കൂടി അതോറിറ്റേറ്റീവായിട്ട് പായസപുരം ഒന്ന് പിടിച്ച് ഒന്ന് ഉറപ്പിക്കണം. ആരോടും കരുണ കാണിക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. പൈസയാണ് ഇനി മുതൽ കൂടുതലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ടായിരിക്കും ഇവരുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ? പ്രത്യേകം മാഷ് പറഞ്ഞിട്ടുണ്ട് ആരോടും കരുണ കാണിക്കരുതെന്ന്. ശരി, അപ്പൊ ഇന്നത്തെ ഈ മനോഹരമായ ഗാനത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകണ്ടേ കുറേ മാർക്ക്? ചോദിക്കാം. മാഷേ, എത്ര മാർക്കാണ് മാഷ് കൊടുക്കുന്നത്? 9 മാർക്സ്. ആഹാ, അച്ഛാ, അച്ഛനും 9 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മിഥില, again 9 മാർക്സ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു നിങ്ങളുടെ 4ാമത്തെ റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസിന് നിങ്ങൾക്ക് 30-ലെ 27 മാർക്സ് ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, വളരെ നല്ലൊരു മാർക്കാണിത്. അപ്പൊ പൈസയുടെ ഉത്തരവാദിത്തം കൂടിയിട്ടോ. ഇനി കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു രീതിയിലും ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിടാനായിട്ട് സമ്മതിക്കേണ്ട. നന്നായിട്ട് തന്നെ പൈസയുടെ തന്നെ ചിട്ടപ്പെടുത്തിയ ഗാനവും ചേച്ചിയുടെ രചനയുള്ള ഗാനമായിരിക്കും നിങ്ങൾ ഇനിയും പാടാൻ പോണത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, കാത്തിരിക്കുന്നു. പോയിട്ട് വരും. താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങളിലെ 3ാമത്തെ ഗാനം കോട്ടയത്ത് നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സ് ആണ് ഇന്നിപ്പോ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോസ്റ്റോലിക് ഒബ്ലേറ്റ്സ്, കളത്തിപ്പടി, കോട്ടയം. വരൂ. സിസ്റ്ററിനെ തന്നെ ആദ്യം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ. എന്താ പേര്? പേര് സിജി എന്നാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് വന്നപ്പോ സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നില്ല? ഞാനും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ലാസ്റ്റ് ടൈം വന്നപ്പോ ഉണ്ടായിരുന്നു എല്ലാ പ്രാവശ്യവും. പക്ഷെ ഇന്നിപ്പോ വേറെ കുറച്ച് ആൾക്കാർ കുറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആൾക്കാർ കുറഞ്ഞു പോയി. എന്ത് പറ്റി? ഇടയ്ക്ക് എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചു. അയ്യോ, അതുകൊണ്ട് സ്വരം ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അവർക്ക് വിഷമായിട്ടിരിക്കും അല്ലേ? ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. പാടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ ഉണ്ട്. ഓക്കെ സിസ്റ്റർ, നിങ്ങളുടെ ഈ ഒരു ഇപ്പൊ 4ാമത്തെ റൗണ്ടിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു യാത്ര, നമ്മളൊരു കോമ്പറ്റീഷന് പോയി പങ്കെടുക്കുക, ഒരു എക്സ്പീരിയൻസ് കിട്ടാന്നൊക്കെ പറയണത്, നിങ്ങളും എപ്പോഴും ദൈവസ്തുതികൾ ആലപിക്കുന്നവരാണ് കോൺവെന്റിൽ അല്ലേ? പക്ഷെ എന്നിരുന്നാൽ കൂടെ ഈ ഒരു വേദിയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ ആലാപനത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത വന്നിട്ടുണ്ടോ? തീർച്ചയായും
ഞങ്ങൾ കൂടുതൽ വളരാനായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഇടയാക്കി തീർക്കുന്നുണ്ട്. കാരണം ഓരോ പ്രാവശ്യവും ഇവിടെ നിന്ന് കിട്ടുന്ന കറക്ഷൻസ് ഞങ്ങൾ ഒത്തിരി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുവഴിയായിട്ട് കൂടുതൽ നന്നായിട്ട് പാടാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പം അത് വളരെ നല്ലൊരു കാര്യം അല്ലേ. നന്നായിട്ട് അത് നിങ്ങൾക്കപ്പോൾ കോൺവെന്റിൽ കൂടുതൽ നല്ല ബെറ്റർ ആയിട്ട് സിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായും. ഇന്നപ്പോൾ ഏത് ഗാനം കൊണ്ടാണ് സിസ്റ്റേഴ്സ് എല്ലാം റെഡിയായി വന്നിരിക്കുന്നത്? ഞങ്ങൾ കുർബാന സ്വീകരണത്തിന് ആയിട്ടുള്ള ഒരു ഗാനമാണ് പാവ യേശുവേ എൻ്റെ ഉള്ളിൽ വാ. ഓക്കെ, ഇത് ഇവരെപ്പോഴും വരുമ്പം കളത്തിപ്പടിയുന്ന സിസ്റ്റേഴ്സിന്റെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. ഒരുപാട് പേര് എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ പെർഫോം ചെയ്യുമ്പം അവരുടെ ആ ഒരു കുറവ് ഇന്നത്തെ പെർഫോമൻസിൽ ഉണ്ടാവാൻ പാടില്ല. അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പാടണം കേട്ടോ. കൊച്ചുറാണി സിസ്റ്ററെ ഓക്കെ അല്ലേ? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ശരി സിസ്റ്റർ, കാണാം കേട്ടോ.
സിസ്റ്ററെ പാടി ഇപ്പൊ കൂടെയുള്ളവരെ മിസ് ചെയ്തോ? അങ്ങനെ ചോദിച്ചാൽ ആ, തീർച്ചയായും miss miss ചെയ്തില്ല. ചെയ്തു. ചെയ്തു. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും നന്നായിട്ട് പാടാമായിരുന്നു എന്നാണ് തോന്നുന്നത്. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ബെറ്റർ ആയെന്നോ എന്നാലും നോക്കട്ടെ. നന്നായിട്ട് പാടി. എന്നാലും നിങ്ങൾ നന്നായിട്ട് പാടി അല്ലേ? അല്ലേ അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു ടില്ലാനിക്കലച്ച ഇവരുടെ ഗാനം? കൊള്ളാം, നല്ല പാട്ട്. പിന്നെ ഒത്തിരി പ്ലസ് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്കറിയാം. ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ എന്താ, എൻ്റെ രണ്ട് സ്ഥലത്ത് എൻ്റെ ഉള്ളിൽ അതൊന്ന് ക്ലിയർ അല്ല. അത് എങ്ങനെയാ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരുമിച്ച് വെക്കുവാണ് നിങ്ങൾ. ചിലത് ഒരാളെ കണ്ട് എൻ്റെ ഉള്ളിൽ വാ, എൻ്റെ എൻ്റെ ഉള്ളിൽ വാ, അത്ര ഉണ്ടല്ലേ? ആ, ഒന്ന് പഠിക്കേ. അടിവര സംഭവമാണ്. പിന്നെ ഹമ്മിങ് പാടിയില്ല. അപ്പോൾ കുറച്ചുകൂടെ ആയാണ് ഹായാണ് നമ്മൾ ക്ലിയർ ആക്കി മതി. ആയല്ലേ, ആയല്ലേ, കുഴപ്പമില്ല. സംഗതികൾ പാടില്ല. നീറും കൃത്യടത്തിൻ്റെ അവസാനമൊക്കെ ഒരു ചെറിയ ഇതുണ്ട്, അത് ഒരുമിച്ച് വരണം കേട്ടോ. പലരും പല സ്ഥലത്ത് പോകുന്നുണ്ട്. ഒത്തിരി ഭക്തിയോടെ നിങ്ങൾ പാടുന്നു, ഭക്തിയോടെ പാടണം. പക്ഷേ നമ്മൾ പള്ളിയിലൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷേ ഈ വേദി ഒരു വിഷ്വൽ നിങ്ങൾ വരുമ്പോഴേ നല്ല ജോയ്ഫുള്ളായിട്ട് പാടാം. ഒന്ന് രണ്ട് സിസ്റ്റേഴ്സ് നല്ല, മൂന്നാമത്തെ സിസ്റ്ററൊക്കെ ഒന്ന് ചിരിക്കാൻ നോക്കി ഇവിടെ നിൽക്കുമ്പോൾ. ചിലരൊക്കെ ഒന്ന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റൊന്നും എനിക്ക് തോന്നിയില്ല. വാക്കുകളുടെ കുറച്ചൊക്കെ മാസ്റ്റർ പറയും. സിമ്പിൾ ഓർക്കസ്ട്രേഷൻ അല്ലേ പ്രിൻസേ? അത് മതി. കമ്പനീനെ ഇനി ഈ കൾച്ചർ ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലേ? പ്രിൻസ് തുടങ്ങിയതാണോ എന്താണോ? അത് കുറച്ച് ഓർക്കസ്ട്രേഷൻ കുറച്ച് വരുന്നുണ്ട്. നല്ലൊരു സൈനാണ് അതൊക്കെ സഭയിൽ ഈ നീട്ടി വലിച്ച പരിപാടിയൊക്കെ. താങ്ക് യു. ഓക്കെ സിസ്റ്റർ, പ്രൈസ് ഗോഡ്. താങ്ക് യു. സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഇത് സഭാവസ്ത്രമാണോ ഇത്? അല്ല, ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപോലെ ഇട്ടാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇതിട്ട് പാടുന്ന കാണാനൊരു രസമുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷൻ പോലെയാണ്. അതായത് ഭക്തി എല്ലാം ഉണ്ടായിരുന്നു, ലയിച്ച് പാടിയെന്ന്. കുറച്ചും കൂടെ എനർജി അല്ലേ, കുറച്ചും കൂടെ ഒന്ന് തുറന്ന് പാടാൻ. കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ടാണോ, ആൾക്കാർ കുറഞ്ഞതുകൊണ്ടായിരിക്കാം അല്ലേ? അത് തോന്നി ഞങ്ങൾക്ക്. പക്ഷെ പാടി. പിന്നെ ഈ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ അതേ തടത്തിൽ ആ റിപ്പീറ്റേഷൻ വരുന്ന സംഗതികൾ സെയിം. അതുപോലെ ഉള്ളം ദാഹിക്കുന്നു, സെയിം പോർഷൻസ്. അവിടുത്തെ ആ തിങ്സ് കുറച്ചും കൂടെ ക്ലാരിറ്റി വരുത്താമായിരുന്നു എന്ന് തോന്നി. അതുപോലെ പല്ലവിയിലെ എൻ മനം കാത്തിരിപ്പു നിൻ സ്വരം കാതോർത്തിരിപ്പു, സ്വരം അത് ആ വരികളൊന്ന് പാടി കേൾപ്പിച്ച്. ആ സംഗതിയുടെ ഒരു പെർഫെക്ഷൻ ഇച്ചിരി കുറവുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ എങ്ങനെയത് ആ എൻ്റെ രണ്ടാമത്തെ സാധനം ഉള്ളം ദാഹിക്കുന്നു. പഠിക്കേ. അതിനാ കുനിപ്പ് വരുന്നത്. ഒരാള് മാകാന്നുള്ളിടത്താണ് അടുത്തയാളാണ് കുനിപ്പിടുന്നത്. അതൊരു വ്യത്യാസം. ഒരുപോലെ പോട്ടെ കേട്ടോ, കുഴപ്പമില്ല. ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. ഇനി വരുമ്പോൾ കൂടുതൽ സിസ്റ്റേഴ്സിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു എനർജി കിട്ടും. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു ജെറുമാഷേ. സിസ്റ്റേഴ്സ്, യു ആർ ഗുഡ് സിംഗേഴ്സ്. ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഞാൻ ത്രൂ ഔട്ട് കേൾക്കുന്നു. തുടങ്ങാൻ എപ്പോഴും ഒരു ഡൗട്ടാണ്. ഞാൻ തുടങ്ങണോ മറ്റേ സിസ്റ്റർ തുടങ്ങണോ എന്നൊരു ഡൗട്ട് എപ്പോഴും. അതൊന്നും
Second good thing I have to say is that you have selected a song which has just a very few bars as interlude. സാധാരണഗതിയിൽ നമ്മുടെ പള്ളിപ്പാടിലേക്ക് 32 ബാറൊക്കെ ഇങ്ങനെ ഇട്ട് അടിച്ച് മെന്നിക്കുകയാണ്. അച്ഛൻ അവിടെ കുർബാന ചൊല്ലി അവിടെ നിൽക്കണം. ഈ പാട്ടുകാരുടെ ഈ ബഹളം തീർന്നിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ. അങ്ങനെയൊന്നും ഈ പാട്ടിലില്ല. വിച്ച് ഈസ് വെരി ഗുഡ്. ഹൂ ഇസ് ദ മാൻ ഇൻ ചാർജ് ഹിയർ? ജോജി ജോൺസ്. ഇദ്ദേഹത്തെ അറിയാമോ നിങ്ങൾക്ക്? സിസ്റ്റർ കണ്ടിട്ടില്ല? He has done a good job. No unnecessary long introductory music and interlude music. So, I have nothing more to add, sisters. Try to sing with greater confidence. Like you have greater confidence in your spiritual life, sing with the same equal confidence, greater confidence in your music also. Let it go hand in hand. Angotu. Take care. Thank you. താങ്ക് യു മാഷേ. സിസ്റ്ററെ, കൂടെ വന്നിട്ടുണ്ടോ ബാക്കിയുള്ള സിസ്റ്റേഴ്സ്? അതോ അവര് കോൺവെന്റിൽ തന്നെയാണോ? വന്നിട്ടില്ല, ഞങ്ങൾ വന്നിട്ടില്ല, അവിടെയാണല്ലേ. അപ്പൊ അവരോട് വിളിച്ച് പറയണ്ടേ നമ്മള് നന്നായിട്ട് പാടിയോ ഇല്ലയോ, നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ? അവരോട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? നമുക്ക് മാർക്ക് ചോദിക്കാം. അച്ഛാ, എത്ര മാർക്കാണ് അച്ഛൻ കൊടുക്കുന്നത്? 8 മാർക്സ് ആണ് ഇന്നത്തെ നിങ്ങളുടെ ഈ ഗാനത്തിന് അച്ഛൻ തന്നിരിക്കുന്നത്. മാഷും 8 മാർക്സ് ആണ് തന്നിരിക്കുന്നത്. മിഥില 8.5 മാർക്സ് ആണ് മിഥില തന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 24.5 മാർക്സ് ആണ് 30-ല്. സന്തോഷായോ? തീർച്ചയായും സന്തോഷം. ആണോ? ഈ മാർക്കാണോ പ്രതീക്ഷിച്ചിരുന്നതും? അല്ല, കൂടുതൽ കിട്ടിയാൽ എത്ര കിട്ടിയാലും സന്തോഷം അല്ലേ? അപ്പൊ എന്തായാലും കൂടെയുള്ള ആൾക്കാരെ ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറയണം, ഞങ്ങൾ മിസ് ചെയ്തു എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് അവരുടെ വയ്യായികളൊക്കെ മാറട്ടെ, അവരെയും കൂട്ടി വേണം അടുത്ത പ്രാവശ്യം വരാനായിട്ട്. പോയിട്ട് വരൂ സിസ്റ്റർ, കാണാം കേട്ടോ. താങ്ക് യു. ഭൂമിയിലെങ്ങും സ്വർഗ്ഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. ഗ്രൂപ്പ് സിംഗിങ് ആവുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ കൂടെ പാടുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പം നമുക്കതൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നെയാണല്ലേ. ഓക്കെ, നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പാടുമ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവും. പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് വയ്യായിക വരുമോ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് അവർ വരാതിരിക്കുമ്പോൾ ഒരു പക്ഷേ ആ ടീമിന് ഒരു പതറിച്ച് അങ്ങനെ ഉണ്ടായേക്കാം. എന്തായാലും ഇനി ഇവിടെ എത്താൻ പോകുന്ന ടീമുകൾക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത പോലെ എല്ലാവർക്കും ഇവിടെ എത്താൻ പറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തന്നെ ദാവീദിന്റെ കിന്നരകളുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ബൈ. അതുകൊണ്ടാണ് പിന്നെ അവരൊക്കെ തിരക്കുണ്ടായിട്ടും സമയം കെട്ടി വരുന്നവരാണെങ്കിലും എത്തുന്നവർ ഡോക്ടർ ഉണ്ട് കൂട്ടത്തില്. അതെ. സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമായി നീ വരൂ, എന്നിൽ വാഴാൻ വരൂ. ആ പെണ്ണ് പാട്ടും പാടി നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു പഠിക്കൂല, വെറുതെ പാട്ടും പാടി. നീ പള്ളിയിൽ പാടാൻ പോകണ്ട, നിനക്ക് ഡാൻസിൻ്റെ ക്ലാസ് ഇത് പോവില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് പോവില്ലേ? ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇന്ന് ഏതാണ് ആ ഭംഗിയോടുകൂടി നല്ല പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്ന ഗാനത്തെക്കുറിച്ച് പറയൂ. ബലിവേദിയിൽ സ്നേഹസ്വരൂപൻ. സ്നേഹസ്വരൂപനാം നാഥൻ അണയുന്ന സമയമിതാ, ഉൾത്താരിനുള്ളിൽ അൾത്താര തീർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷമിതാ. പാട്ട് വളരെ നന്നായിരുന്നു. എനിക്ക് ഇവരോട് ഒന്നും പറയാനില്ല. അതെ, ഒരു സെലിബ്രേഷൻ മൂടുള്ളൊരു പാട്ടാണ്. ഓ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമും സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? നിങ്ങൾ അതിഗംഭീരമായി പെർഫോം ചെയ്തു, നന്നായിട്ട് ചെയ്തു, അവതരിപ്പിച്ചു ഇവിടെ സ്റ്റേജിൽ. പാട്ടിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയും. ഈ പാട്ടിനെക്കുറിച്ച്